ഇന്നലെ സൂക്ഷ്മദർശിനി എന്ന സിനിമ കണ്ടിരുന്നു. നല്ലൊരു ത്രില്ലറാണ്. സോ ഈ വീഡിയോയിൽ അതിൻ്റെ ഒരു എക്സ്പ്ലനേഷനാണ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇത് സിനിമ കണ്ടവർക്ക് മാത്രമുള്ള എക്സ്പ്ലനേഷനാണ്, അതുകൊണ്ട് സ്പോയിലേഴ്സാണ് ഈ വീഡിയോ മൊത്തം. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. പ്രൊട്ടാഗനിസ്റ്റ് എത്രത്തോളം ബ്രില്യൻ്റ് ആണ് എന്ന് കാണിക്കാൻ വേണ്ടി ഇട്ടൊരു ടൈറ്റിലാണ് സൂക്ഷ്മദർശിനി. ഇതിന് ഉദാഹരണം പറയാൻ കുറച്ച് സീനുകളുണ്ട്. CV ഉണ്ടാക്കുന്ന സമയത്ത് 2 ഇയർ എക്സ്പീരിയൻസ് കൊടുത്താൽ പോരെ എന്ന് ചോദിക്കുമ്പോൾ ഒരു 4 ആക്കാൻ പറയുന്നുണ്ട്. വിച്ച് മീൻസ് 3 വർഷത്തെ എക്സ്പീരിയൻസ് ചോദിക്കുന്ന ഒരു പോസ്റ്റിന് അത് വേണമെന്ന് പ്രിയക്ക് അറിയാം. പിന്നെ പാൽ തിളച്ച് പോണ സീന് പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യാത്തത് കൊണ്ട് പാൽ തിളച്ച് പോയതാണെന്ന് പ്രിയക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട്. ഇതൊക്കെ മൈന്യൂട്ടായ ഡീറ്റെയിൽസ് ആണ്, പക്ഷേ ഇതുവരെ കണ്ടുപിടിക്കുന്ന ഒരു ക്യാരക്ടറാണ് പ്രിയ. മാനുവലിന് ഒരു വിയേർഡായൊരു ആളായി പ്രിയ നോട്ട് ചെയ്യുന്ന 2 സീനുകളുണ്ട്. പൂച്ചയെ എറിയാൻ വെയിറ്റ് ചെയ്ത് അതിൻ്റെ മൂവ്മെൻറ്റ്സ് മനസ്സിലാക്കി കറക്റ്റായിട്ട് പൂച്ചയെ എറിയുന്നു. ഉടുമ്പിനെ തല്ലിക്കൊണ്ടുപോകുന്ന സീന്. ഈ 2 സീനുകൾ വരുമ്പോഴേക്കും മാനുവൽ ഒരു നോർമൽ ടൈപ്പ് വ്യക്തിയല്ലെന്ന് പ്രിയക്ക് ആദ്യമേ തോന്നുന്നുണ്ട്. മാനുവൽ ലാപ്ടോപ്പിലൂടെ ആ പ്രദേശത്ത് സോഷ്യൽ അക്കൗണ്ട്സ് ഉള്ള എല്ലാവരെയും തിരയുന്നുണ്ട്. പക്ഷേ ഇയാൾ അതിൽ നിന്ന് എടുക്കുന്നത് സ്റ്റെഫിയാണ്. എങ്ങനെയും കൺവിൻസ് ചെയ്ത് സ്റ്റെഫിയെ ഒരു അടുപ്പം ഉണ്ടാക്കിയെടുക്കണം. കാരണം ആ ക്യാരക്ടറിന് ഒരു മൊമെൻറ്റിൽ ആവശ്യം വരും എന്നുള്ളത് കാരണം കൊണ്ടാണ് ഇങ്ങനെ റിലേഷൻഷിപ്പ് മാനുവൽ ക്രിയേറ്റ് ചെയ്യുന്നത്. ആദ്യത്തെ തവണ അമ്മച്ചി വീട് വിട്ട് പോകുമ്പോൾ ഇനി അമ്മച്ചി ഒറ്റയ്ക്കാക്കിയിട്ട് പോകരുതെന്നൊക്കെ നാട്ടുകാർ പറയുന്നുണ്ട്. ഒരുപക്ഷെ ഒറ്റയ്ക്കാക്കിയിട്ട് ഇങ്ങനെ പിന്നെയും പോയാൽ മാനുവലിന് സ്വാഭാവികമായിട്ടും നാട്ടുകാർക്ക് ഡൗട്ട് തോന്നാം. ഇത് മാനുവലിന് അറിയാൻ ചെയ്യാം. പക്ഷേ സ്റ്റെഫിക്ക് മാനുവലിനോടൊരു സോഫ്റ്റ് കോർണർ തോന്നി തുടങ്ങുമ്പോൾ അമ്മച്ചിയെ ഞാൻ നോക്കിക്കോളാം എന്ന് സ്റ്റെഫി പറയുന്നുണ്ട്. എന്നാൽ ആ മരുന്ന് കാരണം സ്റ്റെഫി ഉറങ്ങിക്കിടക്കുമ്പോൾ അമ്മച്ചിക്ക് എസ്കേപ്പ് ചെയ്യാൻ പറ്റും. ഇനി ഇത് പറഞ്ഞ് മാനുവലിന് സ്റ്റെഫിയെ ബ്ലെയിം ചെയ്യാനും പറ്റും. ആർക്കും മാനുവലിന് സംശയം തോന്നത്തില്ല. സ്റ്റെഫിയെ കൊണ്ടുള്ള മാനുവലിൻ്റെ ആവശ്യം ഇത്ര മാത്രമായിരുന്നു. അമ്മച്ചിക്ക് എസ്കേപ്പ് ചെയ്ത് പോകാനുള്ള വഴിയിലൊരു ബ്രില്യൻസ് ഉണ്ട്. ഈ വഴി ബാക്കിയുള്ളവർക്കൊന്നും അങ്ങനെ കാണാൻ പറ്റില്ല. അതിലൊരു എക്സെപ്ഷൻ ഉള്ളത് തോമസ് ഏട്ടൻ മാത്രമാണ്. സോ ഇതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ടാണ് നാട്ടുകാർക്ക് ഒരു വിരുന്ന് മാനുവൽ കൊടുക്കുന്നത്. ആ സീനിൽ തോമസ് ഏട്ടൻ പറയുന്നൊരു ഡയലോഗുണ്ട്, ചൊവ്വാഴ്ച പള്ളിയിൽ പോകുന്നത് കാരണം ഇപ്പോൾ വെള്ളമടിക്കാറില്ല എന്നൊക്കെ. സോ ആദ്യം എസ്കേപ്പ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ഡേറ്റ് പ്രിയയുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ അന്നാണ്. അതാവുമ്പോൾ എല്ലാവരും പ്രിയയുടെ വീട്ടിൽ അല്ലേ. സോ അമ്മച്ചി പോണത് ആർക്കും കാണാൻ പറ്റില്ല. രണ്ടാമത് പോണത് ചൊവ്വാഴ്ചയാണ്. അപ്പോഴും തോമസ് ഏട്ടൻ ആൻഡ് ഫാമിലി പള്ളിയിൽ പോയ കാരണം അപ്പോഴും ആരും കാണാതെ അമ്മച്ചിക്ക് എസ്കേപ്പ് ചെയ്യാൻ പറ്റി. മാനുവൽ എപ്പോഴും ഓരോ മിസ്റ്റേക്ക് ചെയ്യുന്നത് അയാൾ വല്ലാണ്ട് ശ്രദ്ധിക്കുന്നില്ല. പക്ഷെ പ്രിയ ഇത് നോട്ട് ചെയ്യുന്നുണ്ട്. അൽജിമേഴ്സ് ഉള്ള ഒരാൾക്ക് എങ്ങനെ മോട്ടർ നിന്ന് കറക്റ്റായി പോയി ഓഫ് ചെയ്യാൻ സാധിക്കും? 5ാമത്തെ വിസിൽ വരുന്നതിന് മുന്നേ കുക്കർ ഓഫ് ചെയ്യുന്നു, വിരിച്ചിട്ട തുണികൾ എടുത്തു മാറ്റുന്നു. ഇതൊക്കെ കാണുമ്പോൾ പ്രിയക്ക് എന്തോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉള്ള പോലെ തോന്നി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ പ്രിയ മനഃപൂർവ്വം അവിടെ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ആ ചേച്ചിയുടെ നമ്പർ ചോദിച്ച് ആൻ്റണിയെ യൂസ് ചെയ്യുന്നു. പക്ഷെ മാനുവൽ ആണെങ്കിൽ ആ ചേച്ചിയെ വിളിച്ചിട്ടില്ല. ഇത് മാനുവലിൽ നിന്ന് വന്ന 2ാമത്തെ മിസ്റ്റേക്കാണ്. പ്രിയ അവിടെ ഉള്ള കാര്യം മാനുവൽ എങ്ങനെ അറിഞ്ഞു എന്ന് ആലോചിക്കുമ്പോൾ അയാളെ ഹെൽപ്പ് ചെയ്യാൻ ആരോ ഉണ്ടെന്ന് പ്രിയക്ക് മനസ്സിലായി. ഇത് 3ാമത്തെ മിസ്റ്റേക്ക്. 4 അമ്മച്ചിയെ വീടിൻ്റെ അവിടെ കാണുന്നതും 5 ചുമരിൻ്റെ അവിടെ നിന്ന് കിട്ടുന്ന സാമ്പിൾ, 6 ഡയാന മിസ്സിംഗ് ആണെന്ന് തിരിച്ചറിയുന്നതും 7 അതിഥിയെ ട്രാപ്പ് ചെയ്യുന്നതും മനസ്സിലാവുന്നതും ഇതൊക്കെ മാനുവൽ ഉണ്ടാക്കുന്ന മിസ്റ്റേക്സ് ആണ്. എനിക്കൊരു ഡൗട്ട് തോന്നിയൊരു സീനാണ് ഇത്. ഡയാന ന്യൂസിലാൻഡിൽ എത്തിയെന്ന് പറഞ്ഞ് പ്രിയക്ക് മെസ്സേജ് അയക്കുമ്പോൾ പ്രിയ പറയും അമ്മച്ചിയെ വീടിൻ്റെ ഉള്ളിൽ കണ്ടു എന്നൊക്കെ. അപ്പോൾ ഡയാന പറയും അതുകൊണ്ടാണോ വീടിൻ്റെ അവിടെ കയറിയത് എന്നൊക്കെ ചോദിക്കും. ഈ സീന് ശരിക്കും ഡയാന മരിച്ചതിന് ശേഷം നടക്കുന്ന ഇൻസിഡൻ്റ് ആണ്. പക്ഷേ എൻ്റെ സംശയം ഇതാണ്, എങ്ങനെ ഡയാന ഒരു വോയിസ് മെസ്സേജ് അവിടെ അയക്കുന്നു? ഈ സീന് റീകോൾ ചെയ്യുമ്പോൾ മാനുവലാണ് ഈ മെസ്സേജുകളൊക്കെ അയച്ചത് എന്ന് മനസ്സിലായിട്ടുണ്ട്. പക്ഷേ വോയിസ് മെസ്സേജ് എങ്ങനെ ചെയ്തു എന്നത് ഒരു ഡൗട്ടാണ്. ഈ വീട് സെലക്ട് ചെയ്യുമ്പോൾ മാനുവൽ പറയുന്ന ഒരു ഡയലോഗുണ്ട്, ആ പരിസരത്തുള്ള എല്ലാ ആണുങ്ങളും കിഴങ്ങന്മാരാണ്, അങ്ങനെ എന്തൊരു ഡയലോഗുണ്ട്. പക്ഷേ ഇയാൾ പ്രിയമല്ലാണ്ട് സീരിയസ് ആയിട്ട് എടുത്തില്ല. എന്താണ് ഇയാൾക്ക് കിട്ടിയ പണി? വീട്ടിൽ നിന്ന് മാറ്റുന്ന സീനും ചൂടാവാതെ വീട്ടിൽ കയറിയ ഇഷ്യൂ ഒക്കെ സ്മൂത്തായിട്ട് ഹാൻഡിൽ ചെയ്ത് പ്രിയക്ക് ലോക്ക് കൊടുക്കുന്നുണ്ട്. ഇയാളുടെ സ്മാർട്ട്നെസ് ആണ് ആ സീനിലൊക്കെ കാണിക്കുന്നത്. പക്ഷേ അതുകൊണ്ട് മാത്രം കാര്യമുണ്ടായില്ല. അമ്മച്ചിയുടെ കേസ് കൊണ്ടുവന്ന നാട്ടുകാരുടെ ശ്രദ്ധ തിരിച്ച് ആ സ്പോട്ടിൽ ഡയാനയെ കൊന്ന് അവരുടെ ബോഡി ആ ആസിഡിൽ ദ്രവിപ്പിച്ച് കഴിഞ്ഞ് ടോയ്ലറ്റിൽ അത് ഡംപ് ചെയ്താൽ ഇവരുടെ പ്ലാന് കഴിഞ്ഞു. ഡയാനയെ അന്വേഷിക്കുന്ന നാട്ടിൽ ആരുമില്ല. പക്ഷെ ന്യൂസിലാൻഡിൽ അതിഥിയുണ്ട്. അതിഥി നാട്ടിലോട്ട് വരുമ്പോഴാണ് മാനുവലിൻ്റെ പ്ലാന് പൊളിയുന്നത്. അതിഥിയോട് ഡയാന നാട്ടിലുണ്ടെന്ന് പറയുന്നു. ന്യൂസിലാൻഡിൽ പോകുന്ന മെസ്സേജ് വഴി പ്രിയക്കും മനസ്സിലാവുന്നു. പക്ഷേ പ്രിയയും അതിഥിയും കൂടി കോൺടാക്ട് ചെയ്യുമ്പോൾ പ്രിയ ഉദ്ദേശിച്ച പോലെ തന്നെ ഡയാനയ്ക്ക് എന്തോ പറ്റിയിട്ടുണ്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. ആ ബ്ലഡ് സാമ്പിൾ റിസൾട്ട് കൂടി കിട്ടുമ്പോൾ പ്രിയക്ക് അത് കൺഫേം ചെയ്യാനും സാധിച്ചിട്ടുണ്ട്. പറ്റുന്ന പോലെ ഒരു എക്സ്പ്ലനേഷൻ നടത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ആൻഡ് സൂക്ഷ്മദർശിനി കണ്ടിട്ടുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ കമൻറ്റ് സെക്ഷനിൽ പറയുക. മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം. ബൈ ഗൈസ്.